നമസ്കാരം. ന്യൂസ് അറ്റ് 25ലേക്ക് സ്വാഗതം. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ്. മലപ്പുറം കാരക്കോട് മാടമ്പ്ര സ്വദേശിയായ 13-കാരനാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 9 പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ കമ്പനിയിൽ നിന്ന് സന്നിധാനത്ത് തിരികെ എത്തിച്ചു. കോടതി അനുമതി വാങ്ങി തിരികെ സ്ഥാപിക്കാനാണ് തീരുമാനം. അതുവരെ സ്വർണ്ണപ്പാളികൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് പിന്നാലെ രാഷ്ട്രീയ ചർച്ചകൾ സജീവം. അയ്യപ്പ സംഗമം വൻ പരാജയമെന്നാണ് KPCC വിലയിരുത്തൽ. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസനുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ സെഷനുകളുടെ ഇടവേളകളിലെ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് എന്നാണ് CPMന്റെ പ്രതിരോധം. 4726 പേർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തുവെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. 182 വിദേശ പ്രതിനിധികളും സംഗമത്തിൽ പങ്കെടുത്തു. സെഷനുകൾ അർത്ഥവത്തായെന്നും മന്ത്രി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിന് ആളുകൾ കുറവായിരുന്നുവെന്ന വാദത്തെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 4600 ആളുകൾ പങ്കെടുത്താൽ പോരെയെന്ന് അദ്ദേഹം ചോദിച്ചു. കളവ് പ്രചരിപ്പിക്കുന്നതിലും അടിസ്ഥാനം വേണം. കള്ളപ്രചരണം നടത്തുന്ന മാധ്യമങ്ങളുണ്ട് എന്നും ഗോവിന്ദൻ പറഞ്ഞു. ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ കാർമ്മികത്വത്തിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം പ്രഹസനമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒഴിഞ്ഞ കസേരകൾ AI നിർമ്മിതിയെന്ന് പറഞ്ഞ് ജനങ്ങളുടെ പൊതുബോധ്യത്തെ ചോദ്യം ചെയ്ത MV ഗോവിന്ദൻ സ്വയം അപഹാസ്യനാകരുതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുൻ ഡീൻ ഡോക്ടർ MK നാരായണനെ തരം താഴ്ത്തും. ഒപ്പം അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥനെതിരെയും നടപടി. സമസ്ത മുഷവറ അംഗം ബഹൌദ്ദീൻ നദ്വിക്കെതിരായ CPM ആരോപണങ്ങളിൽ മുസ്ലിം ലീഗ് മൗനം പാലിച്ചുവെന്ന വിമർശനം. പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചവർ മൗനം പാലിച്ചുവെന്ന് നദ്വയെ പിന്തുണച്ച് മലപ്പുറത്ത് നടന്ന യോഗത്തിൽ വിമർശനമുയർന്നു. പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ മലപ്പുറത്തെ KPCC അംഗത്തിന് 5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി. മർദ്ദന ദൃശ്യങ്ങൾ സഹിതം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച പൊന്നാനി സ്വദേശി അഡ്വക്കേറ്റ് ശിവരാമനാണ് നീതി ലഭിച്ചത്. ഗുരുവായൂരിൽ ഈ ഹുണ്ടിക വഴിയുള്ള വഴിപാട് തുകയിൽ വൻ വർധന. 30 ദിവസത്തിനുള്ളിൽ 4.5 ലക്ഷത്തോളം രൂപയാണ് ഈ ഇനത്തിൽ ദേവസ്വത്തിന് ലഭിച്ചത്. MSC എൽസ കപ്പലടക്കമുണ്ടാക്കിയത് വലിയ പാരിസ്ഥിതിക ആഘാതമാണെന്ന് കണ്ടെത്തൽ. രാസവസ്തുക്കൾ കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമായെന്ന് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ പഠന റിപ്പോർട്ട്. ക്രൈസ്തവർക്കിടയിൽ അടുത്ത കാലത്തുണ്ടായ നീരസം തീർക്കാൻ അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പൊതുരംഗത്തിറങ്ങാൻ BJPയിൽ ആലോചന. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 25 മുതൽ ഗൃഹസമ്പർക്കം നടത്താൻ വെള്ളിയാഴ്ച ചേർന്ന BJP കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വിമർശനവുമായി PV അൻവർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ വർഗീയത തുപ്പുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗിയെ കൊണ്ടുവരാൻ എന്തിനാണ് സർക്കാർ ശ്രമിച്ചത്? അയ്യപ്പ സംഗമം പൊറോട്ട് നാടകമാണെന്നും ഹൈന്ദവ സമൂഹം ഇത് തിരിച്ചറിയണമെന്നും PV അൻവർ കുറ്റപ്പെടുത്തി. പിടിവള്ളി നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി പിടിച്ചു നിൽക്കാനാണ് വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രമിച്ചത്. മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ അംഗീകരിക്കുന്നുവെന്നും PMA സലാം പറഞ്ഞു. എയിംസ് ആലപ്പുഴയിൽ തന്നെയെന്ന് ആവർത്തിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വികസന കാര്യത്തിൽ 14 ജില്ലകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇടുക്കിയേക്കാൾ പിന്നിലാണ് ആലപ്പുഴ. എയിംസ് ആലപ്പുഴയിൽ വന്നാൽ വലിയ തോതിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വിമർശനവുമായി AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പാണ് നടന്നതെന്ന് അയ്യപ്പ ഭക്തനായ വിശ്വാസ സമൂഹത്തിന് മനസ്സിലായെന്ന് KC വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ മന്ത്രിമാരെ ബഹു ചേർത്ത് വിളിക്കണം എന്ന തീരുമാനത്തെ എതിർത്ത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കൊളോണിയൻ ശീലങ്ങളെ എതിർത്ത സംസ്ഥാനമാണ് കേരളമെന്നും സർക്കാർ പുറത്തിറക്കിയ ഈ നിർദ്ദേശം തിരുത്തുകയാണ് നല്ലതെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. GST നിരക്കുകൾ അടുത്തിടെ കുറച്ചതിന് പിന്നാലെ ബട്ടർ, നെയ്, ചീസ്, ഐസ്ക്രീം, പനീർ, ഫ്രോസൺ സ്നാക്സ് എന്നിവ ഉൾപ്പെടെ 700-ലധികം ഉൽപ്പന്ന പാക്കുകളുടെ വില അമൂൽ കുറച്ചു. പുതിയ വില സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. ഓണക്കാലത്തെ വിപണി ഇടപെടലിന് ശേഷം വെളിച്ചെണ്ണ വില വീണ്ടും ഉയരുന്നു. കേര വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് 479ലേക്ക് കുറച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ 495-ലെത്തി. കുടിവെള്ളത്തിന്റെ വില റെയിൽവേ 1 രൂപ കുറച്ചു. GST നിരക്കിലെ ഇളവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാലിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മികവിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകമാണ് മോഹൻലാൽ എന്ന് മോദി Xൽ കുറിച്ചു. കർണാടകയിൽ ഗാർഹിക തൊഴിലാളികളുടെ വേതനം നിശ്ചയിക്കുന്നതിനായി ശമ്പള കാർഡ് നിലവിൽ കൊണ്ടുവരാൻ തീരുമാനം. സാമൂഹിക സുരക്ഷ, മിനിമം വേതനം, പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്ന പുതിയ ഗാർഹിക തൊഴിലാളി ബില്ലിന്റെ പ്രധാന ഭാഗമായിരിക്കും ഈ പരിഷ്കാരങ്ങൾ. ഐക്യരാഷ്ട്ര സംഘടന പൊതുവാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് 10 രാജ്യങ്ങൾ പലസ്തീന്റെ രാഷ്ട്രീയ പദവി അംഗീകരിക്കും. ബ്രിട്ടൻ, ബെൽജിയം, കാനഡ, ഫ്രാൻസ്, പോർച്ചുഗൽ, അൻഡോറ, മാൾട്ട, ഓസ്ട്രേലിയ, ലക്സംബർഗ്, സൻമറീന തുടങ്ങിയ 10 പ്രമുഖ രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിക്കുക. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ കാരണക്കാരൻ താനെന്ന് ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
സംഘർഷം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ട്രംപ് വ്യക്തമാക്കി. പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ ഏറ്റുവാങ്ങി വള വിജയത്തിലേക്ക്. ആദ്യ ദിനം ഫസ്റ്റ് ഫിലിം ഷോകളുമായി മുന്നേറിയ ചിത്രം മികച്ച പ്രതികരണത്തോടെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ഇതോടെ ന്യൂസ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.